ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ. നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് വെള്ളരിക്ക തോരനാണ് കേട്ടോ. വെള്ളരിക്ക പച്ചടി വെച്ചിട്ടുണ്ട്. വെള്ളരിക്ക എന്താ പറയുക, മോരൊഴിച്ച് കറി വയ്ക്കാം, സാമ്പാറിലിടുന്നു, അവിയലിലിടുന്നു, അങ്ങനെ പല ഐറ്റംസ് ചെയ്തിട്ടുണ്ടാവും. വെള്ളരിക്ക തോരൻ വെച്ചിട്ടുണ്ടോ? നമ്മളിന്ന് വെള്ളരിക്ക തോരനാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു ചെറിയ വെള്ളരിക്ക അരിഞ്ഞ് നമ്മൾ തോരൻ അരിയുന്ന പോലെ അരിഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഒരു 2 പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. ഒരു വലിയ ഉള്ളി അരിഞ്ഞതാണ് ഇത്. ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, ഒരു വലിയ ഉള്ളിയാണ്. ഇനി ഇതിന് 1 കപ്പ് തേങ്ങ ചിരവിയത്, അല്പം മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, കടുക്. ഇത്രയാണ് നമുക്ക് വെള്ളരിക്ക തോരന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ ഇതിലൊഴിച്ചിട്ടുണ്ട്. ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ചൂടാകുമ്പോൾ കടുക് ഇതിലേക്കിട്ട് പൊട്ടിച്ച് ചെറിയ ജീരകം ഒരു സ്വല്പം അതും ഇട്ട് അത് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ വലിയ ഉള്ളി അരിഞ്ഞത് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് പുറകാലെ നമ്മുടെ വെള്ളരി ഒക്കെ നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാം. ശകലം ഉപ്പ് ഉള്ളിയിലേക്ക് ഇടാൻ പെട്ടെന്ന് വഴന്ന് കിട്ടും. കുറച്ചിട്ടാൽ മതി, ബാക്കി വെള്ളരിക്ക ഇട്ടതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് വാടി വന്നാൽ മതി. അങ്ങനെ നമുക്കിതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ തിരുമ്മി വെച്ചിട്ടുള്ള തേങ്ങ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഞരടി ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ലോയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, അതുപോലെ ഒരു 3 വെളുത്തുള്ളി അല്ലി ചതച്ചത് അത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒന്ന് ചതച്ചതിട്ട് കറിവേപ്പില, പച്ചമുളക്, വെള്ളരി. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ശകലം പോലും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. ഇത് വെള്ളരിക്കാൻ തന്നെ നല്ല വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം മാത്രം, അതിൻ്റെ നീര് മാത്രം മതിയാവും വെള്ളരിക്ക തോരൻ തയ്യാറായി കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ശകലം പോലും വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ്റെ ആ ഒരു ലെവൽ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കരുതെന്ന് പറയുന്നത്. മിക്സ് ചെയ്ത് കഴിഞ്ഞ് മൂടി വെച്ച് ആവിയിൽ വേവിച്ചാൽ മാത്രം മതി. ഒരു ശകലം വെള്ളമായി പോലും ആവശ്യമില്ല. ഇവിടെ ഇരുന്ന് വേഗട്ടെ. ഫ്ലെയിം ഫുള്ളിലേക്കിട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി നോക്കുക. വെന്തിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത്
എടുക്കുക. ഇപ്പം നമ്മുടെ വെള്ളരിക്ക തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടോ, ഒരു ശകലം പോലും നമ്മൾ വെള്ളം ഇതിൽ ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളരിക്കയുടെ നീര് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പം നോക്കിക്കേ, നമ്മുടെ വെള്ളരിക്ക തോരൻ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരാം. നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഒരു വെള്ളരിക്ക തോരനാണ്. അവിടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്ത് റെഡിയാക്കിയെടുത്തതാണ്. യാതൊരുവിധ വിഷാംശവും ഇല്ലാതെ നമ്മുടെ തോരനാണ്. ഹെൽത്തി തോരൻ അല്ലേ? അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. ഓക്കെ, ബൈ.